എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണ്. അപ്പൊ ഇന്ന് ദേ നല്ല അടിപൊളി കിടുക്കാച്ചി മഴയായിരുന്നു കേട്ടാ. മഴയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നിരുന്നിരുന്ന് മഴ നമുക്ക് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ പണി തന്നെ ഉണ്ട്. 2 ദിവസമായിട്ട് നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടാ. അങ്ങനെ രാവിലെ ഞാൻ നമ്മുടെ കുഞ്ഞാപ്പിനെ കാണാൻ പോകാനായിട്ട് റെഡിയായി നിൽക്കണേണ്. രാവിലെ മുതൽ റെഡിയായി ഇപ്പൊ സമയം 6 മണിയായിട്ടാ. എന്താന്ന് വെച്ചാൽ ഉച്ചവരെ മഴയായതുകൊണ്ട് പിന്നെ ഞാൻ ഓർത്ത് ഉച്ചിരിഞ്ഞ് പോവാന്ന്. ഉച്ചിരിഞ്ഞ് ഞാൻ ഓർത്ത് ഇയാള് വരട്ടേന്ന് ഓർത്ത്, അയ്യോ തലകുത്തി വീണാനെ, ഇയാൾ ട്യൂഷൻ പോയേക്കണിരുന്നു. അപ്പോൾ ഓർത്ത് എന്നാൽ പിന്നെ ഇയാൾ വന്നിട്ട് ഇയാളും കൂടി ഒരുമിച്ച് പോവാല്ലാന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ ചെറുക്കൻ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞിച്ചെറുക്കനെ പോയി കാണാം. അപ്പൊ ഇന്ന് നമ്മൾ കുഞ്ഞിച്ചെറുക്കനെ കാണാൻ പോണേണ്. പിന്നെ ശ്രുതിയുടെ അടുത്താണെങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ വീഡിയോയിൽ കുറെ ദിവസമായില്ലേ നമ്മുടെ കുഞ്ഞിച്ചെറുക്കനും ശ്രുതിയും ഒക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ചിട്ടൊക്കെ. അപ്പൊ നമുക്ക് എന്തായാലും ഞാനൊന്ന് റെഡി ആയിട്ട് വേഗം തന്നെ അതെ കുറെ നേരമായിട്ട് ഇവിടെ അത് ഇങ്ങനെ കിടന്ന് ഫോൺ കണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. സുധപ്പം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബോറടിക്കും കേട്ടാ. അപ്പൊ ഉച്ചക്ക് സുധുവിനോട് പറഞ്ഞു വിട്ടതാണ്, അമ്മ അങ്ങോട്ട് പോയിക്കോ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വരുമ്പോഴേക്കും വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ ഓർത്ത് സുധുവുമായിട്ട് വൈകുന്നേരം ഒരു കറങ്ങാൻ പോലെ അതൊരു പ്രത്യേക സുഖമാണ്. അപ്പൊ എന്തായാലും പോയാലാ? അപ്പൊ നമുക്ക് എന്തായാലും പോണ വഴിക്കുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് ചെറുക്കനെ പോയി കാണാം. ചെറുക്കൻ്റെ വിശേഷങ്ങളെല്ലാം നമുക്ക് അവിടെ ചെന്നിട്ട് സുധിനോട് ചോദിച്ചിട്ട് കാണാം. ഞാനും സുധപ്പനും അങ്ങനെ ദേ നമ്മുടെ സുണ്ടാപ്പിനെ കാണാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് കാണാൻ ഇറങ്ങിയപ്പോൾ ശ്രുതിക്ക് സാധാരണ അവൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് മുന്നേ പറഞ്ഞത് വെച്ചിട്ടാണ് ഞാൻ ചെല്ലുമ്പോൾ എന്തെങ്കിലും മേടിച്ചുകൊണ്ടൊക്കെ പോണത്. അപ്പം ഇത് അവൾ പറയാത്തൊരു കാര്യമാണ് ഞാൻ ഈ പ്രാവശ്യം മേടിച്ചുകൊണ്ട് പോണത്. പറയണ കാര്യങ്ങളല്ല എപ്പോഴും ചെയ്യണത്, പറയാത്തതൊന്നും മേടിച്ചു കൊടുക്കാമെന്ന് കരുതി. ഇവൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഇവൾക്കിത് ഇഷ്ടമാണ്, പക്ഷേ അധികം കഴിക്കാൻ പറ്റൂലായിരുന്നു. ഒരുപാട് സാധനങ്ങൾ അങ്ങനെ കഴിക്കാൻ പറ്റാത്തതിന് കൂട്ടത്തിൽ കുറച്ച് മാത്രം കഴിക്കാവുന്ന ഒരു സാധനമായിരുന്നു ബജ്ജി കേട്ടോ. ബജ്ജി അവൾക്ക് ഇഷ്ടമായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എന്നാലും 1-2 മാത്രമേ അവൾക്ക് കഴിക്കാൻ പറ്റുള്ളൂ. കൊതി മാറി അങ്ങനെ കഴിക്കാൻ പറ്റാറില്ല കേട്ടോ. അപ്പം ഞാൻ ഓർത്തു ഇന്ന് എന്തായാലും അവൾ ഓർക്കാത്തൊരു സംഭവം തന്നെയാണ് ബജ്ജി. ഞാൻ എന്തായാലും ബജ്ജി മേടിച്ചിട്ട് ചെല്ലൂലെന്ന് അവൾക്കറിയാം. അങ്ങനെ ഞാൻ ദേ ബജ്ജിയൊക്കെ മേടിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് കണ്ണം വിളിച്ചിട്ട് പറയണത്, അമ്മക്കൊരു കോഡ് സെറ്റ് എടുക്കണം, നമ്മുടെ ഫാഷനിൽ കയറിയിട്ട് ഒരു കോഡ് സെറ്റ് എടുത്തേരട്ടാന്ന് പറഞ്ഞത്. അങ്ങനെ ദേ കോഡ് സെറ്റ് എടുക്കാനായിട്ട് കയറി. അങ്ങനെ കോഡ് സെറ്റൊക്കെ എടുത്തിട്ടുണ്ട്. എടുത്തു കഴിഞ്ഞപ്പോൾ ദേ സുധപ്പൻ ഈ സാധനം കൊണ്ടൊന്ന് കറക്കി കാണിച്ചു തരാമെന്നൊക്കെ എന്നോട് പറഞ്ഞു കേട്ടാ. എനിക്കിതിൻ്റെ പേരറിയാൻ പാടില്ല. സുധു വേറൊരു കൊച്ച് കറക്കണം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞത് എനിക്കിത് കറക്കാൻ അറിയാമേ, ഞാൻ കറക്കി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷേ അവൻ്റെ കറക്കലങ്ങോട്ട് ശരിയായില്ല. അങ്ങനെ ദേ ഞങ്ങൾ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ സന്ധ്യക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിലും ഇപ്പം രാത്രി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ലേറ്റായി എത്താനായിട്ട്. കടയിലാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദേ നമ്മൾ നമ്മുടെ കൊച്ചിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. കൊച്ചു ബേബി ആണെങ്കിൽ അവൻ ഉറങ്ങണമായിരുന്നു. പിന്നെ ഞാൻ ചെന്ന് കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിച്ചതിൻ്റെ ഒരു ചടച്ചിലുണ്ട് അവന്. എന്നാലും ഞാൻ വിട്ടു കൊടുക്കൂല, ഞാനിങ്ങനെ പീച്ചി കൂട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ശ്രുതിയോട് ഞാനപ്പോൾ ദേ വേഗം ബജ്ജിയൊക്കെ കഴിക്കാൻ പറയണമായിരുന്നു. അപ്പോൾ അവൾ പറയണമായിരുന്നു കേട്ടോ, ചേച്ചി ബജ്ജി കൊണ്ടുവരുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ലയെന്ന്. ചിലപ്പോൾ ഇടയ്ക്കൊക്കെ എനിക്കിങ്ങനെ മറന്നേക്കുന്ന കൊതികളുണ്ടല്ലോ, അങ്ങനത്തെ കൊതികളൊക്കെ ചെയ്ത് കൊടുക്കണത് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ദേ അവളത് കഴിക്കണേണ്. ആ കഴിക്കണതിൻ്റെ ഗ്യാപ്പിൽ കൂടി ഞാനും കുഞ്ഞിച്ചെറുക്കനും സുധപ്പനും കൂടി നല്ല വർത്താനം ഇരുന്നിട്ടൊക്കെ ഇന്ന് കുറേ നേരം ഞങ്ങളോട് കുറേ വിശേഷങ്ങളൊക്കെ പറയണമായിരുന്നു കേട്ടോ. ചേട്ടനാണെങ്കിൽ ഒരാഴ്ച എത്തി കാണുന്നതാണേ. ചേട്ടൻ പഠിക്കാൻ പോണത് കൊണ്ട് വരാൻ പറ്റിയില്ല മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് വിശേഷങ്ങളൊക്കെ കാര്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചേട്ടനും അനിയനും വർത്താനം പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചേച്ചീനൊന്ന് കാണിച്ചതാണ്. അങ്ങനെ ദേ ഞാനും അതേ കുറേ നേരം ഇവനെടുത്ത് കുറേ നേരം നമ്മളിപ്പോൾ ഇങ്ങനെ വലുതാവും തോറേ നമുക്കിങ്ങനെ അടുത്തുനിന്ന് ആളുടെ അടുത്തുനിന്ന് പോരാനേ തോന്നണല്ലോ. ഇപ്പം എപ്പോഴും ചെല്ലണം എടുക്കണം എന്നൊക്കെ ഇങ്ങനെ തോന്നും കേട്ടോ. അപ്പോഴേക്കും ദേ നമ്മുടെ മാമൻ വന്നിട്ടുണ്ട്, എൻ്റെ മൂത്ത പുത്രൻ വന്നിട്ടുണ്ട്. അങ്ങനെ ദേ അവനോടും കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ ഇന്ന് പൊറോട്ട മേടിക്കാമെന്ന് ഓർത്ത് വീട്ടിലേക്ക്. ചോറുണ്ട്, എന്നാലും കുറച്ച് പൊറോട്ട മേടിക്കുക. കാരണം നമുക്ക് ഇന്ന് അനിച്ചേട്ടൻ കുറച്ച് മീൻകറി കൊണ്ടു തന്നിട്ടുണ്ട്, കൂരിക്കറി കൊണ്ടു തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ പൊറോട്ടയും മീൻകറിയും അടിപൊളി കോമ്പിനേഷൻ ആണല്ലോ. റീലുകളിലൊക്കെ കാണുമ്പോൾ അങ്ങനെ കഴിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ പൊറോട്ടയും മീൻകറിയൊക്കെ കൂട്ടിയിട്ട് ഒരു പിടുത്തം അങ്ങോട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിരുന്നു. ഹായ്, അപ്പം ഞങ്ങൾ ഇന്നലെ കുഞ്ഞിച്ചക്കൻ്റെ അടുത്ത് പോയി വന്ന കുറേ വിശേഷങ്ങളൊന്നും പറയാൻ പറ്റിയില്ല. പറയാൻ പറ്റാതെ വേറെ ഒന്നുമല്ല, നമ്മള് രാത്രി കുറെ വൈകിയാണല്ലോ വന്നത്. പിന്നെ നമ്മള് പൊറോട്ടയും മീൻകറിയും കണ്ടപ്പോഴേക്കും മഴയുമായിരുന്നു. പിന്നെ പൊറോട്ടയും മീൻകറിയിലോട്ട് വീണുപോയി ഞങ്ങൾ. മീൻകറി നമുക്ക് അഞ്ചേട്ടന്റെ വീട്ടിൽ നിന്ന് മീൻകറി കൊണ്ടുവന്ന നല്ല സൂപ്പർ അടിപൊളി കൂരിക്കറി ആയിരുന്നു. ഞാനിവിടെ കൂരി അങ്ങനെ മേടിക്കാറില്ല. എനിക്ക് കൂരി വെട്ടാനതിനോട് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ മേടിക്കാറില്ല. പക്ഷെ അപ്പൊ ആ കാര്യം ഞാൻ അവിടെ ചേട്ടനോടൊക്കെ പറഞ്ഞപ്പോ അവര് കറി വെച്ചപ്പോ എനിക്ക് തന്നതാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു, സൂപ്പർ ആയിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, വീഡിയോയിൽ കണ്ടില്ലേ കറിയും പൊറോട്ടയും കാര്യങ്ങളൊക്കെ. അപ്പൊ അതേ പിറ്റേ ദിവസം നമ്മൾ വൈകുന്നേരം സുധപ്പൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ പുറത്ത് തന്ന പിന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മള് രാത്രി
അങ്ങനെ കുറേ നാളായില്ല. ഇപ്പൊ ജോലിക്ക് വരുന്ന സമയത്താണെങ്കിൽ വൈകുന്നേരം ഞങ്ങൾ രണ്ടുപേരും വരുന്ന സമയത്ത് ഞങ്ങൾ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാറാണുള്ള പതിവ്. എന്താണ് വിശേഷങ്ങള്? നല്ല വിശേഷം. പഠിത്തമൊക്കെ കഴിഞ്ഞ് നിക്കണേട്ടാ. പഠിത്തമൊക്കെ കഴിഞ്ഞ് നമ്മുടെ പഴയതുപോലെ തന്നെ 2 മാസങ്ങൾക്ക് ശേഷം നമ്മൾ അടുക്കളയിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ പോണേണ്. ചപ്പാത്തി ഇതിനിടക്ക് നമ്മൾ എന്തോ ഒരു പ്രാവശ്യം എന്താണ് ഉണ്ടാക്കി അല്ലേ? ഉണ്ടാക്കിയത് തോന്നണം, ഓർമ്മയില്ല. കാരണം ഇപ്പൊ ചപ്പാത്തി ഉണ്ടാക്കാറേ ഇല്ല. നമുക്കിവിടെ തിരുത്തിപ്പുറത്ത് ചപ്പാത്തിന്റെ ഒരു കട വന്നേക്കണ കാരണം പോയി മേടിച്ചിട്ട് വരാം ചപ്പാത്തി കഴിക്കണമെന്ന് തോന്നുമ്പോ. അങ്ങനെ നമ്മളിന്ന് ചപ്പാത്തി നമ്മുടെ കൂന്തൽ കറിയും ഉണ്ടാക്കാൻ പോണേണ്. പിന്നെ ചോറുണ്ട്. അപ്പൊ സുധപ്പന് ചോറാണ് ഇഷ്ടം. ചപ്പാത്തി ഒന്നും രാത്രി കഴിച്ചാല് സുഖാവൂല എന്ന് പറയും. ഉച്ചക്കും ഇത്തിരി ചോറല്ലേ കഴിക്കണത്. അപ്പൊ ചോറാണ് സുധ കഴിക്കാൻ പോണേ. ഞാൻ ചപ്പാത്തി കഴിക്കാന്ന് വിചാരിച്ച് മാറ്റോ. ചപ്പാത്തിക്ക് നമുക്ക് ചപ്പാത്തി നമ്മള് ചെയ്യാനായിട്ട് നമ്മൾ നിലത്ത് വെച്ചാണ്ട് ചെയ്യണത്. അപ്പൊ ഇവിടെ ക്ലീനാക്കി ഇട്ടേക്കണേണ്. എനിക്ക് മറ്റേ പ്രസ്സൊക്കെ മേടിച്ച് തന്നിട്ടുണ്ട് ചപ്പാത്തിയുടെ. പക്ഷെ പ്രസ്സും കൊണ്ടൊന്നും എനിക്ക് അങ്ങോട്ട് ശരിയാവണില്ല കേട്ടാ. ആ പ്രസ് ഒന്ന് കാണിച്ചത് എന്റെ കൈ കൊണ്ടുള്ള ആക്സിഡന്റ് ഉണ്ടായപ്പോ എന്റെ കൈ കൊണ്ടുള്ള പരത്തല്ലാണെങ്കിലില്ലേ എത്ര പെട്ടെന്ന് കഴിയുമെന്ന്. ഞാൻ ഇപ്പൊ തന്നെ ചപ്പാത്തി ചുട്ട് ചടപടയെന്ന് കഴിയും. ഇത് വെച്ചോണ്ട് എനിക്ക് കാണിക്കാൻ പറ്റാനുള്ള. അപ്പൊ ചേട്ടൻ പറയണേണ് ഞാനത് ചെയ്ത് പ്രാക്ടീസ് ആവും. പക്ഷെ വീഡിയോയിലൊക്കെ എല്ലാവരും ചെയ്യണ കാണുമ്പോ സുഖമായിട്ടുണ്ട്. ഇനി എന്റെ ശരിയല്ലാത്ത രീതിയിലാണ്. ആരെങ്കിലും ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയാനോട്ട്. ആണല്ലേ? ശരിയായിരിക്കും. ആരെങ്കിലും ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഇത് നല്ല അടിപൊളി സാധനമാണെങ്കിൽ എന്ന് പറഞ്ഞു തന്നോട്ടെ. സെറ്റ് ആണെങ്കിൽ നല്ലതാണെങ്കിൽ ഒന്ന് പറയാനോട്ടെ. അപ്പൊ ഞാൻ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ എന്തായാലും വേഗം ചപ്പാത്തി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കുന്ന സമയത്ത് കാണാം അല്ലേ? സുധപ്പൻ എപ്പോഴും ഞാൻ ചപ്പാത്തി വരുത്തുമ്പോഴേക്കും അവൻ എപ്പോഴും ചുടും. അവനും ചട്ടിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളൊരു 1/4 മണിക്കൂറുകൾ നമ്മൾ സഡ്ഡപടയുന്നതായിരിക്കുള്ളൂ കാര്യങ്ങള്. അപ്പൊ എന്തായാലും പോയിട്ട് ചപ്പാത്തിയൊക്കെ ചുട്ട് കറിയൊക്കെ വെച്ചിട്ട് സമയം കളയാതെ വേഗം തന്നെ ചപ്പാത്തി അങ്ങോട്ട് ചുട്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വേഗം തന്നെ ചപ്പാത്തിക്ക് അങ്ങോട്ട് ഞാൻ പരത്തി കൊടുക്കുമ്പോഴേക്കും സുധപ്പൻ അങ്ങോട്ട് ചുട്ട് വരുമ്പോഴേക്കും വേഗം കഴിയുമല്ലോ. പിന്നെ ആ ഗ്യാപ്പിൽ തന്നെ ഞാൻ വേഗം തന്നെ കൂന്തൽ കറിയും സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആ പ്രസ്സിങ് മെഷീൻ എടുത്തില്ല കേട്ടോ. താഴെ തന്നെ ഇട്ടാണ് ചെയ്യണത്. താഴെ നന്നായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം കേട്ടോ ഞാൻ ചെയ്യണത്. പണ്ട് നമ്മൾ കുപ്പിയൊക്കെ വെച്ച് ചെയ്യുമായിരുന്നല്ലോ. അപ്പം ഞാനൊരു പലകയും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പലക അത് കൊള്ളൂലായിരുന്നു. അത് കാരണം പലക മാറ്റി. പക്ഷെ അതിൻ്റെ കോല് നല്ലതായതുകൊണ്ട് തന്നെ എനിക്കത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റാറുണ്ട് കേട്ടോ. അങ്ങനെ സ്പീഡിൽ നമ്മുടെ ചപ്പാത്തി പരത്തൽ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ സുധപ്പൻ എന്നോട് പറഞ്ഞ് ഞാൻ ക്ലീനാക്കാൻ കുറേ നേരമായില്ല അമ്മ പരത്തണത്, ഞാനിവിടെ ക്ലീനൊക്കെ ആക്കി തരാമെന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മുടെ കൂടെ ഒരാൾ ഹെൽപ്പിനും കൂടി ഉണ്ടെങ്കിൽ നമുക്കിത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ വേഗം എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. കറി മാറ്റി വെച്ച് ഇനി ചപ്പാത്തിയും കൂടി കഴിഞ്ഞാൽ നമുക്കിനി അടുക്കളയിൽ നിന്ന് പോവാം. പിന്നെ ആകെ ചപ്പാത്തി ഉണ്ടാക്കണേൽ ഒരു പ്രശ്നം വേറൊന്നുമല്ല, മേത്തൊക്കെ അപ്പടി പൊടിയാവും. അതിന് ആപ്രണൊക്കെ ഇട്ടാൽ മതി. പക്ഷേ ആപ്രണൊക്കെ ഇട്ടൊന്നും അടുക്കളയിൽ ജോലി ചെയ്യാനായിട്ട് എനിക്ക് പറ്റൂലെന്ന്. അത് കാരണം അതൊന്നും ഇട്ടില്ല. പിന്നെ സുധപ്പനാണെങ്കിൽ നല്ല പാട്ടൊക്കെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ സുധുവിൻ്റെ വക ഒരു ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ തല കാണാൻ പറ്റില്ല, ക്യാമറ വെച്ചത് ശരിയായില്ലെന്ന്. പക്ഷെ അത് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നോക്കണത്. അപ്പോൾ നോക്കിയപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരും തലയില്ലായിരുന്നു. ഒരു ഡാൻസൊക്കെ കഴിഞ്ഞതിന് ശേഷം സുധപ്പനാണെങ്കിൽ നാളത്തേക്കുള്ള ചപ്പാത്തി മാറ്റിക്കൊണ്ടിരിക്കണേ കേട്ടോ. നമ്മൾ രാവിലത്തേക്കും കൂടി കണക്കാക്കിയിട്ടാണ് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയത്. അങ്ങനെ അതൊക്കെ മാറ്റി വെച്ച് പിന്നെ ഞങ്ങൾ കഴിക്കാനുള്ളതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൂന്തൽ കറിയും ചപ്പാത്തിയും നല്ല കോമ്പിനേഷനാണ്. ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. കൂന്തൽ കറിയുടെ വീഡിയോ ഞാൻ നമ്മുടെ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കയറി കാണണേ, ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ സുധപ്പനാണെങ്കിൽ നല്ല ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ ഗ്യാപ്പിൽ കൂടി എനിക്കും കിട്ടിയേട്ടാ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.